ടു എജുപോഡ്. അപ്പൊ നമ്മുടെ ക്ലാസ് 9 ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സംവാദം എഴുതുക, ബാറ്റ്ചിത്ത് എഴുതുക അല്ലെ വാർത്താലാപം എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ വാർത്താലാപ സംവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എല്ലാവരും പഠിക്കാറുണ്ട് അല്ലെ, കോൺവെർസേഷൻ ആണ്. ഓക്കെ, അപ്പൊ കോൺവെർസേഷൻ എഴുതാനായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അപ്പൊ കോൺവെർസേഷൻ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സംവാദം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബാറ്റ്ചിത്ത് എന്ന് പറയാം, വാർത്താലാപം എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ 3 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഒന്നാണ് എഴുതേണ്ടത്. സംവാദ്, ബാറ്റ്ചിത്ത്, വാർത്താലാപം എന്ന് 3 പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ 5ാം ക്ലാസ് മുതൽ എല്ലായ്പ്പോഴും പഠിക്കുന്നത് എഴുതുന്നതാണ് കോൺവെർസേഷൻ. ഓക്കെ, അപ്പൊ നോക്കൂ, बहुत भड़कने के बाद भाई बहन अपने माता पिता से मिल सके इस प्रसंग का संवाद लिखे. ये സംവാദം എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. बहुत भड़कने के बाद, ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നതിന് ശേഷം ഭായി ബഹൻ, ആ ബ്രദറും സിസ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട്, അപ്നെ മാതാപിതാക്കി, അവരുടെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്ത് എത്തുന്നു. ഇസ് പ്രസംഗിക്ക, ഈ സാഹചര്യത്തിൽ, പ്രസംഗം എഴുതാനാണ് അവിടെ പ്രസംഗം എന്ന് പറഞ്ഞ അല്ല, പ്രസംഗം അല്ല, ആ ഒരു സാഹചര്യം അല്ലെ. പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സാഹചര്യത്തിലെ സംവാദ്, കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്, വളരെ 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 ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കിനനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, 1, 2, 3 പേര് അടങ്ങുന്ന കോൺവെർസേഷൻ ആയിരിക്കും. ആ എഴുതുന്ന സമയത്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അടുത്ത ആൾ ആൻസർ പറയുന്നു, ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ നോക്കൂ, എക്സാമ്പിൾ നോക്കാം. बूढ़ा आदमी, വയസ്സായിട്ടുള്ള ആള് പറയാണ്, बसंत फिर से आ गया है लेकिन हमारे मन में खुशी की कोई उम्मीद नहीं. എന്താ പറഞ്ഞ, വസന്തകാലം അല്ലെ, വസന്തകാലം വീണ്ടും വന്നിട്ടുണ്ട്, ലേക്കിൻ പക്ഷേ ഹമാരെ മൻമേ, ഞങ്ങളുടെ മനസ്സിലെ ഖുഷിക്ക് കോയി ഉമ്മീദ് നഹി, സന്തോഷത്തിന്റെ പ്രതീക്ഷകളൊന്നും തന്നെയില്ല അല്ലെ. ഉമ്മീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രതീക്ഷകൾ, എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടാവുന്നില്ല ഞങ്ങളുടെ ലൈഫിൽ എന്ന് അയാൾ പറയാണ്. അപ്പൊ ലടുക്ക, ആൺകുട്ടി പറയാണ്, ഖാനെ കെ ലിയെ കുച്ച് ദേ സക്താ ഹെ, നിങ്ങള് കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബൂഢ ആദ്മി പറയാണ്, ജറൂർ ബച്ചേ, തീർച്ചയായും കുഞ്ഞെ അല്ലെ, തീർച്ചയായും കുഞ്ഞെ, ആവോ ആവോ മേരെ പാസ് ആവോ, വാ വാ എന്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലടുക്കി പറയാണ്, ആപ് ദോനോ കി ആംഖോ സേ ക്യൂ ആസു ബഹ രഹാ ഹെ, എന്തുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരുടെയും കണ്ണുകള് ഇങ്ങനെ കണ്ണീരണിയുന്നത് അല്ലെ, ഈറനടിയുന്നത്, എന്തിനാ നിങ്ങൾ രണ്ടുപേരും കരയുന്നത്? അപ്പോ ലടുക്കി, സോറി, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു 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 എന്താ പറയാ, സെന്റൻസ് വിട്ടുപോയിട്ടുണ്ട്. അത് മിസ് അവിടെ ആഡ് ചെയ്ത് എഴുതി ചേർത്ത് തരാം കേട്ടോ. അപ്പൊ നോക്കൂ, ഇവിടെ ബൂഢ ആദ്മി പറയുന്നുണ്ട്, എന്താ പറയുന്നേ, അഗർ ഹമേ ബച്ചേ ഹോത്തെ തു തുമാരി ജൈസേ ഹോത്തെ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ, അഗർ ഹമേ ബച്ചേ ഹോത്തെ തോ തുമ്ഹാരേ ജൈസേ ഹോങ്കെ അല്ലെ, ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ നിങ്ങളെ പോലെയായിരുന്നു. അപ്പൊ എടുക്കാലടിക്ക് ആ പെൺകുട്ടി ആൺകുട്ടി പറയാണ്, ഹം ഹേ ഹേ ആപ്കെ ബച്ചേ, ഞങ്ങള് നിങ്ങളുടെ മക്കൾ തന്നെയാണ്, ഹം വാപ്പസ് ആ ഗയാ ഹേ, ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ്, മുझे लगता था कि आज कोई अच्छी बात होने वाला है, എനിക്ക് അറിയായിരുന്നു എന്തോ നല്ലൊരു കാര്യം നടക്കാൻ പോവുകയാണെന്ന്. അപ്പൊ ലടുക്ക, ഭടിക്കൻ ഖത്തം ഹോ ഗയി ഹേ, ഹമേ അപ്നാ ഘർ മിൽ ഗയാ ഹേ, അലഞ്ഞു തിരിച്ച് നടന്നതൊക്കെ എല്ലാം അവസാനിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ കോൺവെർസേഷൻ എന്ന് പറയുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അപ്പൊ ക്ലാസ് 9 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ ഒരു കോൺവെർസേഷൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കോൺവെർസേഷൻ എന്ന് പറയുന്ന ചോദ്യം മസ്റ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് ചോദിക്കാൻ വളരെ 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 ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ്. അപ്പൊ എല്ലാവരും കോൺവെർസേഷൻ നല്ല ഗംഭീരമായിട്ട് പഠിച്ചു വെക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, റെഡി? അപ്പൊ എല്ലാവരും എജുപോഡിന്റെ കൂടെ മിസ്സിന്റെ ക്ലാസ് കണ്ട് നമ്മുടെ വാർത്താലാപം എഴുതാനായിട്ട് പഠിച്ചു എന്ന് മിസ് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.